നമസ്കാരം, BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മൈൽ ഫുഡ് സ്റ്റഫ് മൂക്കന്നൂർ അങ്കമാലി, പവർഡ് ബൈ ലിയോടെക് സോളാർ സൊല്യൂഷൻസ്, സിറ്റി ടവർ, സിറ്റി വെയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. എറണാകുളം ജില്ലയിൽ ഡെങ്കിപ്പനി പടരുന്നു. ഇന്നലെ 144 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എറണാകുളം ജില്ലയിൽ ഡെങ്കിപ്പനി ബാധിതരുടെ എണ്ണം കൂടുന്നു. ഇന്നലെ മാത്രം 144 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 6-ാം തീയതി മാത്രം 122 പേരെയാണ് ഡെങ്കിപ്പനി ബാധിതരായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പശ്ചിമ കൊച്ചിയിലാണ് പനിബാധിതർ കൂടുതലുള്ളത്. മട്ടാഞ്ചേരി, ഫോർട്ട് കൊച്ചി, പള്ളുരുത്തി മേഖലയിലാണ് പനിബാധിതർ കൂടുതൽ. നിരക്ക് വർധനയ്ക്ക് പുറമെ സമ്മർ താരിഫും. ഉപഭോക്താക്കളെ പിഴിയുവാൻ KCB. വൈദ്യുതി നിരക്ക് വർധനയ്ക്ക് പുറമെ വേനൽ നിരക്കും ഈടാക്കുവാൻ KCB നീക്കം. 3 വർഷത്തേക്ക് ജനുവരി മുതൽ മെയ് വരെ യൂണിറ്റിന് 10 പൈസയാണ് വേനൽ നിരക്ക്. വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന് പുതുക്കി നൽകിയ താരിഫ് നിർദ്ദേശങ്ങളിലാണ് സമ്മർ താരിഫ് എന്ന പേരിൽ അധിക തുക ഈടാക്കുവാൻ അനുമതി തേടിയത്. ഈ സാമ്പത്തിക വർഷം യൂണിറ്റിന് ശരാശരി 30 പൈസ കൂട്ടണമെന്ന ആവശ്യത്തിന് പുറമെയാണ് ഇത്. പുട്ട് രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മൈൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. മുതിർന്ന CPM നേതാവ് ബുദ്ധദേവ് ഭട്ടാചാര്യ അന്തരിച്ചു. മുതിർന്ന CPM നേതാവും മുൻ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയുമായ ബുദ്ധദേവ് ഭട്ടാചാര്യ അന്തരിച്ചു. രാവിലെ 9:30 കൊൽക്കത്തയിലെ സ്വവസതിയിലായിരുന്നു അന്ത്യം. ശ്വാസകോശ സംബന്ധവും വാർദ്ധക്യ സഹജവുമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു. 2011 വരെ ബംഗാൾ മുഖ്യമന്ത്രിയായിരുന്നു. 2015 അദ്ദേഹം PB കേന്ദ്ര കമ്മിറ്റി സ്ഥാനങ്ങൾ ഒഴിഞ്ഞത്. ദുരന്തഭൂമിയിൽ 10ാം നാളും പരിശോധന. നാളെ ജനകീയ തിരച്ചിൽ. ആർക്കും പങ്കെടുക്കാമെന്ന് മന്ത്രി. വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായ മേഖലകളിൽ കാണാതായവർക്കുള്ള തിരച്ചിൽ 10ാം നാളും തുടരുന്നു. ചൂരൽമല, മുണ്ടക്കൈ, പുഞ്ചിരിമട്ടം എന്നിവിടങ്ങളിലും ചാലിയാറിലും കഴിഞ്ഞ ദിവസങ്ങളിലായി നടന്നുവന്ന പരിശോധനകൾ ഇന്നും തുടരുന്നുണ്ട്. 6 സോണുകളിലായി തിരഞ്ഞാണ് തിരച്ചിൽ. സൂചിപ്പാറ, പോത്തുകല്ല് ഭാഗങ്ങളിലേക്ക് ചൊവ്വാഴ്ച ആരംഭിച്ച പ്രത്യേക തിരച്ചിൽ ദൌത്യവും നടക്കും. ചാലിയാർ തീരത്തെ സൺറൈസ് വാലി കേന്ദ്രീകരിച്ചാണ് പരിശോധന. വെള്ളിയാഴ്ച രാവിലെ 8 മണി മുതൽ ജനകീയ തിരച്ചിൽ ആരംഭിക്കുമെന്ന് മന്ത്രി K. രാജൻ അറിയിച്ചു. ഇന്ത്യയിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള ജനകീയ തിരച്ചിലാവും നടക്കുകയെന്നും ഇതിൽ എല്ലാവർക്കും പങ്കെടുക്കാമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ക്യാമ്പുകളിൽ കഴിയുന്ന ആർക്കെങ്കിലും തിരച്ചിലിൽ പങ്കെടുക്കണമെങ്കിൽ നേരത്തെ വിവരം അറിയിക്കണം. ബന്ധപ്പെട്ട ക്യാമ്പുകളെ സമീപിച്ചാൽ വാഹന സൌകര്യം ഉൾപ്പെടെ സർക്കാർ ഒരുക്കി അപകട സ്ഥലത്തേക്ക് എത്തിക്കും. തന്റെ ബന്ധു ഇവിടെയുണ്ട് എന്ന് ആരു പറഞ്ഞാലും അവിടെ തിരയും വിധത്തിലാണ് ജനകീയ തിരച്ചിൽ. പുതിയ പരീക്ഷണമാണിത്. എല്ലാ സേനാംഗങ്ങളും തിരച്ചിലിന്റെ ഭാഗമാകും. വെള്ളവും ഭക്ഷണവും ആംബുലൻസുകളും സജ്ജമാക്കും, മന്ത്രി കൂട്ടിച്ചേർത്തു.
നജീബ് കാന്തപുരത്തിന് ആശ്വാസം, MLA ആയി തുടരാം. LDF സ്ഥാനാർത്ഥിയുടെ ഹർജി തള്ളി ഹൈക്കോടതി. പെരിന്തൽമണ്ണ നിയമസഭാ തെരഞ്ഞെടുപ്പ് കേസിൽ UDF സ്ഥാനാർത്ഥി നജീബ് കാന്തപുരത്തിന്റെ ജയം ഹൈക്കോടതി ശരിവച്ചു. നജീബ് കാന്തപുരത്തിന്റെ വിജയം ചോദ്യം ചെയ്ത് LDF സ്ഥാനാർത്ഥി നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി. ഇതോടെ നജീബ് കാന്തപുരത്തിന് MLA ആയി തുടരാം. ജസ്റ്റിസ് CS സുധ അധ്യക്ഷയായ സിംഗിൾ ബെഞ്ചാണ് വിധി പറഞ്ഞത്. $80 ലക്ഷം നിക്ഷേപ തുക തട്ടുവാൻ വയോധികനെ കാറിടിച്ച് കൊലപ്പെടുത്തി. കൊട്ടേഷൻ നൽകിയത് വനിതാ ബാങ്ക് മാനേജർ. കൊല്ലത്ത് കാറിടിച്ച് സൈക്കിൾ യാത്രക്കാരൻ മരിച്ചത് കൊലപാതകമെന്ന് പോലീസ് കണ്ടെത്തൽ. BSNL റിട്ടയർഡ് ഡിവിഷണൽ എഞ്ചിനീയറായ C പാപ്പച്ചൻ മെയ് 26-നാണ് മരിച്ചത്. സ്വകാര്യ ബാങ്കിലെ വനിതാ മാനേജറായ സരിതയാണ് പണം തട്ടിയെടുക്കുവാൻ കൊട്ടേഷൻ നൽകിയത്. സരിതയും കൊട്ടേഷൻ ഏറ്റെടുത്ത അനിമോനും കസ്റ്റഡിയിലായി. നിങ്ങളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പരിപൂർണതയേകുവാൻ പുതുപുത്തൻ മോഡലുകളിലുള്ള വർണ്ണ വസ്ത്രങ്ങൾ വൻ വിലക്കിഴിവിൽ 50% വരെ വിലക്കിഴിവ്. സിറ്റി ടവർ NRI ഫെസ്റ്റ്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ വൻ വിലക്കിഴിവിൽ. ലേഡീസ് ബാഗ്, സ്കൂൾ ബാഗ്, ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ്. 3000 രൂപ വില വരുന്ന ഷെർവാണി വെറും 500 രൂപയ്ക്ക്. സഫാരി ഹാർഡ് കേസ് ട്രോളി ബാഗ് കോംബോ ഓഫർ. വിവിധ വലുപ്പത്തിലുള്ള 3 വെറും 6999 രൂപയ്ക്ക്. 70% ഡിസ്കൗണ്ടിൽ മറ്റ് പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകളും. പുരുഷന്മാർക്കായി പ്രമുഖ ബ്രാൻഡുകളുടെ ഷർട്ടുകൾ, ടീഷർട്ടുകൾ, കാർഗോസ്, ഷൂസ്, ചപ്പൽസ് എന്നിവയും NRI ഫെസ്റ്റിന്റെ ഭാഗമായി ഒരുക്കിയിരിക്കുന്നു. വിദേശയാത്രയ്ക്കായി തയ്യാറെടുക്കുന്നവർക്കായുള്ള തേർമൽ വിയർ ജാക്കറ്റ്സും ലഭ്യമാണിവിടെ. ഓഗസ്റ്റ് 15 അവസാനിക്കുന്ന NRI ഫെസ്റ്റിന്റെ ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. സിറ്റി ടവർ ഓപ്പോസിറ്റ് ടു KSRTC ബസ് സ്റ്റാൻഡ്, അങ്കമാലി. Our sister concern, City Wear and City Shoes, Angamali. Number 048424555555. കൈമെയ് മറന്ന് 10 നാൾ നീണ്ട രക്ഷാദൌത്യം. വയനാട്ടിൽ നിന്നും സൈന്യം മടങ്ങുന്നു. യാത്രയയപ്പ് നൽകുവാൻ സർക്കാർ. 10 നാൾ നീണ്ട രക്ഷാദൌത്യം അവസാനിപ്പിച്ച് വയനാട്ടിലെ ദുരന്തബാധിത പ്രദേശങ്ങളായ മുണ്ടക്കൈ, ചൂരൽമല എന്നിവിടങ്ങളിൽ നിന്നും സൈന്യം മടങ്ങുന്നു. വയനാട്ടിൽ നിന്നും മടങ്ങുന്ന സൈന്യത്തിന് സർക്കാരും ജില്ലാ ഭരണകൂടവും യാത്രയയപ്പ് നൽകും. സൈന്യത്തിന്റെ എല്ലാ സംഘങ്ങളും മടങ്ങും. എന്നാൽ രക്ഷാപ്രവർത്തനം പൂർണ്ണമായും NDRF, SDRF, ഫയർഫോഴ്സ്, പോലീസ് എന്നീ സേനകൾക്ക് കൈമാറുമെന്നും സൈന്യം അറിയിച്ചു. വീണ്ടും കർഷക ആത്മഹത്യ. പാലക്കാട് നെന്മാറ സ്വദേശി ജീവനൊടുക്കി. പാലക്കാട് കർഷകൻ ആത്മഹത്യ ചെയ്തു. നെന്മാറ ഇടിയംപൊറ്റ സ്വദേശി സോമനാണ് മരിച്ചത്. ആത്മഹത്യാക്കുറിപ്പ് കണ്ടെടുത്തിട്ടുണ്ട്. കൃഷി നശിച്ചുവെന്നും വായ്പാ തിരിച്ചടവ് മുടങ്ങിയെന്നുമാണ് ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത്. സ്വന്തം ഭൂമിയിലും പാട്ടത്തിനടുത്തും നെൽകൃഷി ചെയ്തു വരികയായിരുന്നു സോമൻ. കെട്ടിടത്തിന് മുകളിൽ നിന്നും നായ ദേഹത്തേക്ക് വീണു. 3 വയസ്സുകാരിക്ക് ദാരുണാന്ത്യം. മഹാരാഷ്ട്രയിൽ കെട്ടിടത്തിന് മുകളിൽ നിന്നും ദേഹത്തേക്ക് നായ വീണതിനെ തുടർന്ന് ഗുരുതര പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന 3 വയസ്സുകാരി മരിച്ചു. താനേക്ക് സമീപം അമർനഗറിലുള്ള മാർക്കറ്റിൽ ചൊവ്വാഴ്ചയാണ് അപകടമുണ്ടായത്. കെട്ടിടത്തിന്റെ 5ാം നിലയിൽ നിന്നും വീണ നായ അമ്മയ്ക്കൊപ്പം നടക്കുകയായിരുന്ന കുട്ടിയുടെ മുകളിലേക്ക് വീഴുകയായിരുന്നു. നായ ദേഹത്തേക്ക് വീണതിന് പിന്നാലെ കുട്ടിയുടെ ബോധം നഷ്ടപ്പെട്ടു. പരിക്കേറ്റ കുട്ടിയെ സമീപത്തെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ചികിത്സയ്ക്കിടെ കുട്ടി മരിച്ചു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.